അടുത്തതായി നമുക്ക് ഈ 28 അക്ഷരവും ഉത്ഭവിക്കുന്ന സ്ഥാനങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് അടുത്ത ചാർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, നോക്കൂ. ഓരോ അക്ഷരങ്ങളും ഉത്ഭവിക്കുന്ന അതിന്റെ യഥാർത്ഥ സ്ഥാനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. ഇവിടെ ഓരോ അക്ഷരങ്ങൾക്കും സുക്കൂൻ നൽകുക. തൊട്ടു മുന്നിൽ ആ എന്ന അക്ഷരം എഴുതിയിട്ട് കൂട്ടി വായിച്ചാൽ ഓരോ അക്ഷരത്തിന്റെയും ഉത്ഭവ സ്ഥാനം വ്യക്തമായി മനസ്സിലാകും. ശ്രദ്ധിക്കൂ, ബ എന്ന അക്ഷരമാണെങ്കിൽ ബാവിന് സുക്കൂൻ കൊടുക്കുക. ആദ്യത്തെ ഒരു അലിഫ് ആ എന്ന് ചേർത്ത് കൊടുക്കുക. അബ്, അബ്, ഉച്ചരിക്കുമ്പോൾ നാവ് എവിടെയാണ് അവസാനം വന്ന് അവസാനിപ്പിക്കുന്നത്, എവിടെയാണ് വന്ന് ടച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ നാവ് ചെന്നെത്തുന്ന സ്ഥലം ഏതാണോ അതാണ് ഈ ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജ്. എന്നാൽ ഇവിടെ 5 അക്ഷരങ്ങളെ കറുപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ബ, ജ, ദ, ത, ഖ. ഈ 5 അക്ഷരങ്ങൾക്കും സുക്കൂൻ വന്നാൽ ഇതിനോട് തുല്യതയുള്ള മറ്റ് ചില അക്ഷരങ്ങൾ ഇതിൽ ഉണ്ടായത് കൊണ്ട് ഈ 5 അക്ഷരങ്ങളെ സുക്കൂൻ ചെയ്താൽ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നാണ്. അറബിയിലെ 28 അക്ഷരങ്ങളിൽ ഈ 5 അക്ഷരങ്ങൾക്ക് മാത്രം സുക്കൂൻ വന്നാൽ വ്യക്തമാക്കി പറയണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ദാലും റാലും തമ്മിൽ കൺഫ്യൂഷൻ ആകും, തായും ത്വായും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, ഖാഫും കാഫും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, മീമും ബാവും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി, ഒരു അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 അക്ഷരങ്ങൾക്ക് മാത്രം സുക്കൂൻ ചെയ്താൽ വ്യക്തമാക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ 5 അക്ഷരങ്ങൾക്കും ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹുറൂഫുൽ ഖൽഖല, സുക്കൂൻ വരുമ്പോൾ ഹർക്കത്ത് ഉള്ള പോലെ ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഈ അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയാൻ കാരണം. നോക്കൂ, ഖൽഖലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുതുബു ജഹദന്നക്ഷരം. ഖൽഖലത്തായുള്ള 5 അക്ഷരം
ഖൗലാം ഖുതുബു ജഹദന്നക്ഷരം സാക്കിനായി വന്നെത്തും നേരം മാത്രം വെളിവാക്കി പറയണോമായക്ഷരം സാക്കിനായി വന്നെത്തും നേരം മാത്രം വെളിവാക്കി പറയണോമായക്ഷരം കൽക്കലത്തായുള്ള അഞ്ചക്ഷരം ഖൗലാം ഖുതുബു ജഹദന്നക്ഷരം. അപ്പോൾ സുക്കൂൻ വരുമ്പോൾ മാത്രം വ്യക്തമാക്കേണ്ട 5 അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. അവകൾ 5 അക്ഷരം എന്ന് പറഞ്ഞാൽ ഖാഫ്, ബ, ത്വ, ജീം, ദാൽ. നോക്കൂ, ബ, ദാൽ, ത്വ, ഖാഫ്, ജീം. ഉദാഹരണം നോക്കൂ, അൽ ബാബ്, വദൂദ്, വൽ ഫജ്ർ, അഖ്ഫാൽ, മുഹീത്ത്. ഇവിടെ ചുവപ്പ് എഴുത്ത് കാണുന്നത് മുഴുവനും ഖൽഖലത്തിന്റെ അക്ഷരങ്ങളാണ്. അവകൾക്കെല്ലാം സുക്കൂൻ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നാണ് നിയമം.